ഓടിയാ നീ എവിടം വരെ ഓടിയാലും ഞാൻ ഓടിക്കും. ഉറപ്പാണ്. ആരെ കൊടുക്കാമെന്ന് ആരെയൊന്നും മേടിച്ചത് അത് പറ. നിനക്കാ ഞാൻ പറഞ്ഞ ഡയലോഗ് തിരുത്തേണ്ടി കേട്ടോ. ആരെ കൊടുക്കാമെന്ന് ആരെയൊന്നും മേടിച്ചത് നിങ്ങളെ വായിക്കാത്ത ഈ കഞ്ചാവ് അറിയത്തില്ല. അറിയാമെന്ന് കാണിച്ചോണ്ടെന്ന് അറിയാമെന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇനി അതെന്താ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഇല്ലെങ്കിൽ നാളെ കിടക്കുന്നു. ഓടിയാ നീ എവിടം വരെ ഓടിയാലും ഞാൻ ഓടിക്കും. ഉറപ്പാണ്. ആരെ കൊടുക്കാമെന്ന് ആരെയൊന്ന് മേടിച്ചത് അതെനിക്കറിയാം. മാൻഡേറ്റാണ്. ആരെ കൊടുക്കാമെന്ന് ആരെയൊന്ന് മേടിച്ചത് അത് പറ. നിനക്കാ ഞാൻ പറഞ്ഞ ഡയലോഗ് തിരുത്തേണ്ടി കേട്ടോ. ആരെ കൊടുക്കാമെന്ന് ആരെയൊന്ന് മേടിച്ചത് എനിക്കറിയാം. ആരൊക്കെ കൊടുക്കാമെന്ന് ആരെയൊന്ന് മേടിച്ചത് പറ. കൊല്ലം കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കഞ്ചാവ്, MDMA എന്നിവയുടെ വിൽപ്പന വളരെ കൂടുതലായ സാഹചര്യത്തിൽ SP-യുടെ പ്രത്യേക നിർദ്ദേശാനുസരണം സ്റ്റേഷനിൽ നിന്ന് പല സ്ക്വാഡുകളായി തിരിഞ്ഞ് പല സ്കൂൾ കോളേജ് മേഖലകൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മഫ്തിയിൽ കറങ്ങി പലവരും കഞ്ചാവ്, MDMA കൊടുക്കുന്നതായിട്ടും വിൽക്കുന്നതായിട്ടും അത് വാങ്ങി ഉപയോഗിക്കുന്നതായിട്ടും കാണാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നടത്തിയ റെയ്ഡിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരു 5ഓളം കേസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി. 27B-യുടെ 2 കേസുകൾ, അതുപോലെ ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റിയായ MDMA, കഞ്ചാവ് എന്നീ 2 കേസുകൾ ഡിറ്റക്ട് ചെയ്തു. അത് കടയ്ക്ക സ്റ്റാൻഡിൽ നിന്ന് കുട്ടികളുടെ ഇടയിൽ നിന്നാണ് ഒരു 9.88 ഗ്രാം കഞ്ചാവ് കാട്ടാമ്പള്ളിയുടെ അനുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചത്. അതുപോലെ ഏകദേശം ഒരു കടയ്ക്കൽ എറ്റിങ്കട ഭാഗത്തു നിന്ന് ഏകദേശം ഒരു 0.85 ഗ്രാം MDMA പിടിച്ചു. അഞ്ചലുള്ള അനന്തുവിൻ്റെ കയ്യിൽ നിന്നാണ് 0.85 ഗ്രാം കഞ്ചാവ് MDMA പിടിച്ചത്. ഇതെന്ന് പറയുന്നത് കടയ്ക്കലിൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ വ്യാപകമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തികൾ വളരെ പോലീസ് വ്യക്തമായിട്ട് നിരീക്ഷിച്ചു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം റെയ്ഡുകൾ നടത്തി പിടിക്കാൻ കഴിഞ്ഞത്. വരും ദിവസങ്ങളിലും കൂടുതൽ റെയ്ഡുകൾ നടത്തി ഇതുപോലുള്ള എഫക്റ്റീവായിട്ടുള്ള വർക്ക് ചെയ്യുന്നതായിരിക്കും അറിയിച്ചു.